ജമ്മുകശ്മീരിലെ കഠ്വയിൽ 3 ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. വെടിവെപ്പിൽ 3 സുരക്ഷാ സേനാംഗങ്ങൾ വീരമൃത്യു വരിച്ചു. കൂടുതൽ ഭീകരർ പ്രദേശത്തുള്ളതിനാൽ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഒരു ഏറ്റുമുട്ടലിന്റെ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ഇവരുടെ ഒളിത്താവളം കണ്ടെത്തിയെന്ന രീതിയിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. അതെ ശ്രീജ, ഭീകരരെ സൈന്യം വളഞ്ഞു എന്ന വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ പ്രദേശത്ത് കോമ്പിംഗ് ഓപ്പറേഷൻ നടത്തുന്നുണ്ട് സുരക്ഷാ സേന. അത് ഇന്നലെ ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുകയായിരുന്നു. ഇന്നലെ രാവിലെ 8 മണിയോടുകൂടിയാണ് അത് ഏറ്റുമുട്ടലിലേക്ക് മാറിയത്. 3 ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. തിരിച്ച് അവരുടെ ഭീകരരുടെ വെടിവയ്പിൽ 3 പോലീസുകാർക്ക് വീരമൃത്യു വരിച്ചു. അതായത് ജമ്മു കശ്മീർ പോലീസിലെ ഒരു ഹെഡ് കോൺസ്റ്റബിൾ, 2 കോൺസ്റ്റബിൾമാർ എന്നിങ്ങനെ 3 പേരാണ് വീരമൃത്യു വരിച്ചത്. മറ്റ് 2 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ജമ്മുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കാരണം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്നുള്ള കട്വ ജില്ലയിലെ അന്താരാഷ്ട്ര പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന അന്താരാഷ്ട്ര അതിർത്തിയാണ്. അതിനോട് ചേർന്നുള്ള സന്യാൽ ഗ്രാമത്തിലാണ് ഭീകരരുടെ സാന്നിധ്യം ആദ്യം കാണുന്നത്. അവിടെ ഗ്രാമീണർ കാട്ടിലേക്ക് വിറക് ശേഖരിക്കാൻ പോയതാണ്. അവരാണ് ആദ്യം കാണുന്നത്. മാത്രമല്ല, ഗ്രാമീണർ ചിലരെ ഇവർ ബന്ദിയാക്കാനുള്ള ശ്രമവും നടത്തി. തുടർന്ന് ഇവരാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവർക്കായുള്ള തെരച്ചിൽ തുടരുകയായിരുന്നു. പക്ഷേ ഇന്നലെയാണ് അത് കണ്ടെത്തുന്നതും പിന്നീട് അത് ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുന്നതും. കാരണം ഇത് സമയമെടുക്കാനുള്ള, അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ നീണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, മറ്റു മേഖലയെ അപേക്ഷിച്ച്, പ്രത്യേകിച്ച് കശ്മീരിനെ അപേക്ഷിച്ച് ജമ്മുവിലെ ഈ പറയുന്ന കട്ടു ഉൾപ്പെടെയുള്ള മേഖലകൾ വനപ്രദേശമാണ്, നിബിഡ വനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാട്ടിൽ ഒളിക്കുന്ന പതിവുണ്ട്. പിന്നീട് തക്കം നോക്കി മറ്റു പ്രദേശങ്ങളിലേക്ക് ഇറങ്ങുന്നത് ഭീകരരുടെ പതിവാണ്. അങ്ങനെ അതിർത്തി മറികടന്ന്, പാകിസ്ഥാനിൽ നിന്ന് അതിർത്തി മറികടന്നെത്തിയതാണ് ഇവർ. പ്രത്യേകിച്ച് മഞ്ഞുകാലം ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവർ എന്ന് എത്തിയതാണെന്ന വിവരങ്ങൾ നമുക്ക് പറയാൻ സാധിക്കില്ല. സാധാരണഗതിയിൽ ഈ മഞ്ഞുകാലത്തിന്റെ ആനുകൂല്യം മുതലെടുത്താണ് ഈ ഭീകരർ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാറുള്ളത്. അത് തന്നെയായിരിക്കാം ഇക്കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലെത്തിയ ഭീകരർ പിന്നീട് ഏതാണ്ട് 30 കിലോമീറ്റർ അകലത്തേക്ക്, ഈ പറഞ്ഞ സന്യാൽ ഗ്രാമത്തിൽ നിന്ന് ഇന്നലെ ഏറ്റുമുട്ടൽ നടന്ന പ്രദേശം എന്ന് പറയുന്നത് 30 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ അവർ പിന്നീടും ഇന്ത്യക്ക് അകത്തേക്ക് 30 കിലോമീറ്റർ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അവിടെയാണ് ഏറ്റുമുട്ടൽ നടന്നത്. ഏതായാലും സുരക്ഷാ സേന പറയുന്നത് ഇവർ 3 പേരല്ല, അതിൽ വലിയ സംഘമാണ്. ഒരുപക്ഷെ 4-5 പേർ കൂടി ഇനിയും ആ സംഘത്തിലുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന വിവരമനുസരിച്ച് ഇവരെ വളഞ്ഞിട്ടുണ്ട് സുരക്ഷാ സേന. സാധാരണഗതിയിൽ ഇത്തരം വനമേഖലകളിലൊക്കെ തെരച്ചിൽ നടത്താറുള്ളത് പാരാ കമാൻഡോകളാണ്. അവർക്കാണ് ഇതിൽ വൈദഗ്ധ്യമുള്ളത്. അപ്പോൾ പാരാ കമാൻഡോകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജമ്മു കശ്മീർ പോലീസിന്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവർക്കായുള്ള തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഒരു കാര്യം ശ്രദ്ധേയമാണ് ശ്രീജ, പ്രത്യേകിച്ച് സാധാരണഗതിയിൽ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത് കശ്മീർ താഴ്വരയിലാണ് ഭീകരർ കൂടുതലായി സാന്നിധ്യം ഉണ്ടാവാറുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ വിന്യാസവും ആ പ്രദേശങ്ങളിലായിരുന്നു കൂടുതലായിട്ടുള്ളത്. പക്ഷേ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിലെ വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് നോക്കുകയാണെങ്കിൽ ഏറ്റുമുട്ടൽ കൂടുതൽ നടന്നിട്ടുള്ളത് ജമ്മു മേഖലയിലാണ്. പ്രത്യേകിച്ച് പൂഞ്ചിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. റിയാസിയിൽ തീർത്ഥാടക സംഘത്തിന് നേരെ ആക്രമണമുണ്ടായി, ബസ്സിന് നേരെയാണ് അന്ന് ആക്രമണം ഉണ്ടായത്. അതിനുശേഷം തുടർച്ചയായി വരുന്ന പല ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ ജമ്മു മേഖലയിലാണ്. അപ്പോൾ ഭീകരർ ജമ്മു കേന്ദ്രീകരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റുമുട്ടൽ എന്ന് അനുമാനിക്കാൻ. ശ്രീജ, രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അടുത്തൊരു